എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ നമസ്കാരം. സേവന പെൻഷൻ ഓഫീസാണ് പറയൂ. നമ്മളെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇല്ല, ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഈ പിന്നെ എന്താ ഫയൽ എന്താ പിടിച്ചു വെച്ചു, അങ്ങനെ ഇതൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ ദേശാഭിമാനിയിൽ ഒരു വാർത്ത ഉണ്ട്. അത് എവിടെ പിടിച്ചു വെച്ചത്? ഫയല് ധനവകുപ്പ് ഫയല് പിടിച്ചു വെച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഓർഡർ വന്നാലേ ഇവിടുന്ന് ഫണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ താങ്ക് യു. സംസ്ഥാനത്ത് ഇന്ന് ദേശാഭിമാനിയുടെ ഒരു കാർഡ് ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുകയും അത് വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തുന്നു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. 16,40,343 പേർക്ക് തുക അനുവദിക്കാനുള്ള ഫയൽ ധനവകുപ്പ് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മൾ ഇന്ന് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. മറ്റ് മാധ്യമങ്ങളിലൊന്നും ഇത് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇത് നടപ്പിലാക്കിയത് ഭരണം തീരാൻ 2-3 മാസം ബാക്കി നിൽക്കെയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് 4 മാസങ്ങൾക്കപ്പുറം ഫെബ്രുവരി മാസത്തിൽ 2026 ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തു തുടങ്ങുകയും മാർച്ചോടുകൂടി നിർത്തലാക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിലും മെയ് 9-ാം തീയതി വരെയും പിണറായി സർക്കാരിന്റെ ഭരണകാലമാണ്. ഈ സമയത്തൊന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ 3-ാം ഗഡുവോ 4-ാം ഗഡുവോ വിതരണം ചെയ്തില്ല. ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികയാക്കിയത് പിണറായി സർക്കാരാണ്. കേവലം 300 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ക്ഷേമ പെൻഷനെല്ലാം ആ മാസം വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ചെയ്തതാണ്. എന്നിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതുതായി കൊണ്ടുവന്ന പദ്ധതി ആയിട്ട് പോലും വിതരണം ചെയ്തില്ല. കേവലം 300 കോടി രൂപ മാത്രം മതിയാകുന്ന പദ്ധതി വിതരണം ചെയ്യാതിരിക്കുമ്പോൾ ഖജനാവിൽ 5200 കോടി രൂപ ബാക്കി വെച്ചു എന്ന് നമുക്ക് ധവളപത്രത്തിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ട് പോലും ഈ ഒരു പെൻഷൻ പദ്ധതി വിതരണം ചെയ്യാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അതേ പാർട്ടിയുടെ പത്രത്തിൽ തന്നെയാണ് ഇന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ നിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നത്. ഇത് കണ്ട് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളും വാർത്തകളും ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെ സങ്കടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളും ചെയ്യുന്നുണ്ട്. എന്നാൽ പദ്ധതി നിർത്തിയതായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പദ്ധതിയുടെ തുക UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 18-ാം തീയതി ആകുമ്പോഴേ 1 മാസം തികയുകയുള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്ന LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതിയായിട്ട് പോലും 2 മാസം ഇത് വിതരണം ചെയ്യാതെ, അതായത് കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പദ്ധതി ഇനി തുടരുകയാണ് എങ്കിൽ അത് UDF സർക്കാർ പുതുതായിട്ട് വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അത് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം. എന്തായാലും പദ്ധതി നിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാനാകില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് പുതിയ ഫണ്ട് വകയിരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 19-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞാലേ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സൂചന ലഭിക്കൂ. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഒരു ഫോൺ കോളാണ് നിങ്ങൾ വീഡിയോയുടെ ആദ്യത്തിൽ കേട്ടത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പദ്ധതി തുടരണം എന്ന് തന്നെയാണ് UDF സർക്കാരിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.